അടിപൊളി വണ്ടിയാണ്, ഇത് സൂപ്പർ സ്റ്റാർ ആണ്. അത് എന്താ സംഭവം അറിയാം, കുറെ നാളായിട്ട് തെറിയക്കലൊക്കെ കുറവായതുകൊണ്ട്. അടുത്ത പറയുന്നത് 2024 ഷെക്ഷി മോഡലാണിത്. ഷെക്ഷിയാണിത്. ഇത് 24 ജിമിനിയാണ്. കമ്പനി ഇങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് റെഡ് കളറാണ് വരുന്നത്. ഇതിന്റെ രണ്ടിനും കൂടി നടുവിട്ടോണ്ട് പാറിപ്പോവില്ല. അത് അല്ലല്ലേ, ഇത് ഓട്ടോമാറ്റിക് തന്നെ, രണ്ടും ഓട്ടോമാറ്റിക്കാ. 465 ഇതെടുത്തോളൂ അല്ലേ. 2018 വണ്ടി. 2021 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ വണ്ടി. 47,000 കിലോമീറ്റർ, 6,25,000 രൂപയ്ക്ക് ഏറെക്കുറെ 6 ലക്ഷം രൂപ ലോണും തരാം. ചെറിയ നിസ്സാരമായ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകും. അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി. 2018 മോഡലാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 15 രൂപ കൊണ്ട് വന്നു. 4.65 1 ലക്ഷം ഓടിയ 18 വണ്ടി. പിന്നെ 8.25 രൂപയ്ക്ക് വണ്ടി ലാഭമല്ലേ 2022 വണ്ടിയല്ലോ ഒന്നല്ലെങ്കിൽ. അത് മാത്രമല്ല, ഈ 22 സ്വിഫ്റ്റ് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് 7 രൂപയ്ക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ് ട്രസ്റ്റ് വാല്യൂവിലെ ഇപ്രാവശ്യത്തെ വീഡിയോ എവിടെയെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ മുമ്പ് നമ്മൾ ഇട്ടിരുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് വണ്ടികൾ ഒരു വിറ്റ് തീർത്തിട്ട് പിന്നെ ഇവിടെ വണ്ടിയില്ല. അതായിരുന്നു സാഹചര്യം. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം വണ്ടികൾ വന്നിട്ടുണ്ട്. എന്താണ് സ്വാഗതം, തുടങ്ങാം. അതായത് പെരുന്നാളാണ്, അതാണ് ഇന്നത്തെ മെയിൻ കാര്യം അല്ലേ. പെരുന്നാളിന് ഉള്ളതായിരിക്കുമല്ലോ ഇതൊക്കെ. പെരുന്നാളിനുള്ളത് മാത്രമല്ല, പെരുന്നാളിന് ശേഷം നമുക്ക് കൊടുക്കാം. അതെ, പെരുന്നാളിന് വെട്ടാൻ വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കിടിലൻ വണ്ടികൾ കേട്ടോ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി അല്ലേ. 10 രൂപ കൂടിയാലും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു പണിയും കിട്ടാണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഇവിടെ കിടക്കുന്നതേ, നമ്മൾ മാക്സിമം നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് വില കമ്പയർ ചെയ്തിട്ട് നമ്മളിൽ കുറവുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. അതുകൊണ്ടാണല്ലോ ഈ 700 വണ്ടി നമ്മൾ വിറ്റത്. തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട വീഡിയോക്കകത്ത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ വണ്ടി, ഇനി അതിനകത്തൊരു 10 വണ്ടിയൊക്കെ മാക്സിമം കാണും, 10-12 വണ്ടി കാണത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ വണ്ടി നമ്മൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറൊക്കെ നല്ല ഹാപ്പിയാണ്. മനസ്സിലാവില്ല, അല്ല ഹാപ്പി ആവണം എങ്കിലല്ലേ നമുക്ക് ഇനി അടുത്ത കച്ചവടം. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ വണ്ടികളും SUV ആണ്. കുറച്ച് വണ്ടികൾ മാത്രമേ ഇവിടെ 5-6 വണ്ടികൾ സ്വിഫ്റ്റ് ഇതൊക്കെ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാം SUV കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ബാക്കിലോട്ട് ലോ ബഡ്ജറ്റ് വണ്ടികളും കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണിക്കാം. അത് അടുത്ത എപ്പിസോഡായിട്ട് വരും. അപ്പോൾ എന്തായാലും ഈ വണ്ടികൾ നിങ്ങൾ മിസ് ചെയ്യരുത്. അതായത് ഈ കിടക്കണം മുതലാ കണ്ടോ, ഇത് നിങ്ങൾ തരുന്ന വില കേട്ടാൽ നിങ്ങൾ ഞെട്ടു. അപ്പോൾ എന്തായാലും തുടങ്ങാം, നമുക്ക് മാക്സിമം വില കുറച്ചിട്ട്. ഇന്ന് നേരെ നിങ്ങൾ ടിയാഗോൻ്റെ അവിടെ പോയി ഞാൻ ക്യാമറ എടുത്തിട്ട് വരും അപ്പോഴത്തേക്കും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കേസ് കൂടി ചോദിക്കട്ടെ, പഴയ വാറണ്ടി പരിപാടിക്ക് ഇപ്പോഴും ഉണ്ടോ? നമ്മുടെ 2017 ശേഷമുള്ള മിക്ക വണ്ടികൾക്കും വാറണ്ടി ഉണ്ട്. അപ്പൊ 2017 മുമ്പുള്ള വണ്ടികളെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ എല്ലാത്തിനും നമ്മളങ്ങനെ കൊടുക്കന്നെ അല്ലേ അത്യാവശ്യം. അതായത് ഇപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ പറയുമ്പോൾ, ഈ കിടക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടോ, ഇവരൊന്നും സ്ക്രാച്ചസോ ഡെൻറ്റോ ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. അത്യാവശ്യം നല്ല ന്യൂ ഷേപ്പ് ഒരുപാട് സ്വിഫ്റ്റുകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ ക്രെറ്റയുടെ കുറേ വേരിയന്റ് കിടക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു വേരിയന്റ് നമ്മൾ അധികം അങ്ങനെ കാണിച്ചിട്ടില്ല അല്ലേ. ഇത് നമുക്ക് ഈ മൾട്ടി ബ്രാൻഡ് ഷോറൂം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കമ്പനിയുടെ എല്ലാ സാധനവും എടുത്ത് ചെയ്യണം. അതാണല്ലോ മൾട്ടി ബ്രാൻഡ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെന്റ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇങ്ങനത്തെ സെഗ്മെന്റ് കാണിച്ചു, അതായത് XUVയും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. കൂടുതൽ XUV കാണിക്കുന്നത് നമ്മൾ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് പെരുന്നാൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് തുടങ്ങിക്കോ. ഇതേതാ മോഡൽ? ഇത് 2019 XZA ആണ് വണ്ടി. XZA അന്നത്തെ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും അല്ലേ. അന്നത്തെ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ ഏറ്റവും ഫുള്ള് A+ സംഭവം ഉണ്ട്. അത് 2021 ശേഷമാണ് വരുന്നത്. 2020 വരെ XZA ആണ്. ഇതിനകത്ത് അലോയ് വീലും കാര്യങ്ങളെല്ലാം വരും. അത്യാവശ്യം ക്ലൈമറ്റിക് കൺട്രോൾ AC എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്ലൈമറ്റിക് കൺട്രോൾ AC വരത്തില്ല കേട്ടോ, അത് കമ്പനി അന്ന് ഇറക്കിയിട്ടില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2019 വണ്ടി. അതും ഓട്ടോമാറ്റിക്. നമ്മൾ ഈ വണ്ടി സാധാരണഗതിക്ക് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഓഫർ എഴുതി വെച്ചേക്കുന്നതാണ്. ഇത് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, ഞാൻ എല്ലാം പറഞ്ഞുതരാം. നമ്മളിത് 5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കായിട്ടേക്കണേ. അതായത് 19 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നമുക്കിത് 4,70,7,000 രൂപ, അതായത് 25,000 രൂപ നമ്മൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പെരുന്നാൾ ഓഫറായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിക്കോ. 4.25 ലക്ഷം രൂപ കൊടുക്കും. ലോൺ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കും. ഇനി ലോണിന്റെ ഡീറ്റെയിൽ എന്താ നിങ്ങൾ പറയാത്തെന്ന് കുറെ ഒരു കമന്റ് ബോക്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ മെസ്സേജ് ഇടുവാണെങ്കിൽ ലോൺ 1 ലക്ഷം രൂപയ്ക്ക് എത്ര രൂപ EMI വരുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട്, 1 ലക്ഷം രൂപയ്ക്ക് 5 കൊല്ലത്തേക്ക് എത്ര, 1 ലക്ഷം രൂപയ്ക്ക് 3 കൊല്ലത്തേക്ക് എത്ര, നിങ്ങൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര അടിക്കണം, നിങ്ങൾ എത്ര രൂപ മുതൽ എടുക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആരും കമന്റ് ബോക്സ് ചെയ്യുന്നത് നിങ്ങൾ എന്താ ലോണിനെ പറ്റി പറയാത്തെന്ന് പറയരുത്. ഓക്കെ. അതിന് ഞാൻ വേറൊരു കേസ് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ലോൺ ഏജന്റുമാരുടെ ഒക്കെ നമ്പറും ഒക്കെ കൊടുത്തായിരുന്നു. പക്ഷേ
എന്താ പറയാ, എന്നാലും പറയുന്നവര് പറയട്ടെ അല്ലേ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇതേ മോഡല് ഇതാണെങ്കിൽ 2018 മോഡൽ തന്നെയാണ്. XZA തന്നെയാണ് വണ്ടി. ഇതും XZA തന്നെയാണ്. 18 ഉള്ളൂ. അതെ, 18 മോഡൽ. ഇത് വരുമ്പോഴത്തേക്ക് 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. 24 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ, 24 ഓടിയിട്ടുള്ളൂ. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. നല്ല നീറ്റ്. പിന്നെ എല്ലാത്തിനും ഇന്റീരിയർ ഞാൻ എടുത്ത് കാണിക്കില്ല കേട്ടോ, എല്ലാം ഒരു നോർമൽ അല്ലേ. ഇപ്പൊ അതിൽ കാണിച്ച എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ. ഇതിൽ അലോയ്സ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, നോക്കിയാൽ മതി അജു. ഇതിനകത്ത് വേറൊരു ടൈപ്പ് അലോയ്സും സാധനം ഉണ്ടല്ലോ, സാധനം ഉണ്ട്, അലോയ്സ് ഉണ്ട്, അതാണ് കാര്യം. വേണമെങ്കിലും മാറ്റിയിടുക. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ വില പറയുന്നത് 4,65,000 രൂപ കൊടുക്കുക. അത് മേനില്ല, അത് അല്ലല്ലേ, ഇത് ഓട്ടോമാറ്റിക് തന്നെ, രണ്ട് ഓട്ടോമാറ്റിക്കാ. 4,65 ഇത് എടുത്തോളൂ അല്ലേ. 2018 വണ്ടി. ശരി. അപ്പൊ എന്തായാലും അടുത്തായിട്ട് ഒരു സ്വിഫ്റ്റ് കാണിച്ചത്. സ്വിഫ്റ്റ് കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇവിടെ നല്ലോണം പറഞ്ഞു. അത് എന്ത് സംഭവം അറിയാമോ, ഇത് ഒരു ലേഡി യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഇതും കൊണ്ട് കിട്ടിയതേ ഉള്ളൂ. അപ്പൊ അജു ഇന്ന് വീഡിയോ എടുക്കാൻ വരുന്നുണ്ടെന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, പെയിന്റിംഗ് അതിന് ശേഷം കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. ഇത് നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളി നോർമൽ സ്ക്രാച്ചേ ഉള്ളൂ കേട്ടോ. അതെ അതെ, പ്രശ്നങ്ങളൊന്നും തന്നെ അല്ലാതെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മോഡൽ 2024 സ്വിഫ്റ്റ് VXI സിംഗിൾ ഓണർ, വെറും 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 24 അല്ലേ? 24. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ ലേഡീസിന്റെ ഒക്കെ ബ്ലൈൻഡ് സ്പോട്ട് ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഭാഗം അവർക്ക് കാണാൻ പറയൂല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒന്നും പറയൂല. അല്ല, നമ്മളെ ഉള്ളാരും മതി. ഇതിപ്പോ ശരിക്കും ലേഡീസിന്റെ ബ്ലൈൻഡ് സ്പോട്ട് ആണ്. ഈ പോസ്റ്റ് കൂടെ വരുമ്പോൾ ശരിക്കും അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ചില ലേഡീസിന് ഈ സൈഡ് ശരിക്കും ബ്ലൈൻഡ് സ്പോട്ട് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഭാഗം ഒരയും ശരിക്കും. അപ്പൊ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസിൽ 6,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അപ്പൊ പുത്തൻ വണ്ടി 2024 വണ്ടി. നമുക്ക് ഈ വണ്ടി 7,40,000 രൂപ കൊടുക്കാം. 7,40,000 പുതിയ വിലയില്ലേ? 890 പുതിയതിന്റെ വിലയുണ്ട്. 890. പിന്നെ 6,000 കിലോമീറ്റർ, ഒരു കൊല്ലം നേരവേ പഴക്കം ഇല്ലെന്ന് വേണം പറയാൻ. അല്ല, ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കാണ്ട് ചെയ്ത് കൊടുക്കൂലേ? നെഗോഷ്യബിൾ നമുക്ക് ചെറിയ രീതി എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കാം. എന്ത് വർത്താനം പറയുന്നത്, നമ്മുടെ വീഡിയോ കണ്ടു വരുന്നത് അത് പറയുമ്പോൾ അതിനനുസരിച്ച് നല്ല ബെനിഫിറ്റ് പ്രൈസ് കൊടുക്കണം. തീർച്ചയായിട്ടും. ആജു, ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ ഇപ്രാവശ്യം കുറെ വണ്ടി നമുക്ക് പുതിയത് കയറിയിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഈ ഫോൺ നോക്കും. കാര്യം ഈ ഫോണിനകത്ത് കുറച്ച് ഡീറ്റെയിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ ഫോൺ നോക്കുന്നത്. ആർക്കും കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു അരാജകത്വോ തോന്നരുത്. എന്തിന്? അതായത് ഡീറ്റെയിൽ ഇപ്പൊ വേണ്ടെന്നുണ്ടെങ്കിൽ നോക്കാതിരിക്കുമല്ലോ. അതെ, കാര്യം എനിക്ക് ഡീറ്റെയിൽ അറിയില്ലല്ലോ, അതാണ് അതിന്റെ കാര്യം. നീ ഏതാ മോഡല്? ഇത് വരുമ്പോഴത്തേക്കും 2021 വണ്ടി. 2021 21 എന്ന് പറയുമ്പോൾ പഴയ ഷേപ്പ്. അതെ, 2021 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 47,000 കിലോമീറ്റർ ആണ്. 47,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതൊന്നും ഞാൻ പറയത്തില്ല. അത് അജു ചില കാര്യങ്ങൾ പറയാത്തണെങ്കിൽ ഞാനും പറയില്ല. ഈ സിമ്പിൾ ചോദിക്കല് ഞാൻ പറയത്തില്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ VXI ആണ്, പെട്രോൾ ആണ്. കിലോമീറ്റർ നമ്മള് 47,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അതെ, ഈ വണ്ടി 6,25,000 രൂപ കൊടുത്തത്. 6,25 ഓട്ടോമാറ്റിക് VXI വണ്ടി, നല്ല ക്വാളിറ്റി. പിന്നെ ഈ വിളിക്കുന്ന കസ്റ്റമറിന് ഞാൻ ഈ പറയുന്ന റേറ്റിൽ നമ്മൾ മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, വിളിക്കുന്ന കസ്റ്റമറിന്. ഓക്കെ, നമ്മള് അതായത് ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിലകളൊക്കെ ഓൾമോസ്റ്റ് മുട്ടിയ വിലയാണോ? ഏറെക്കുറെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ രീതി നമുക്ക് നെഗോഷിയേഷൻ. അതിവിടെ വരിക വന്ന് വണ്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലേ? അത് നിങ്ങൾക്ക് കുറച്ച് തന്നിരിക്കും. ഇവിടെ നിന്ന് ആൾ പോലും പൈസ ഒന്നും മേടിക്കാണ്ട് പോകില്ല. അതുപോലെ തന്നെ വെള്ളയാണെങ്കിലോ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. 2021 സ്വിഫ്റ്റ് VXI സിംഗിൾ ഓണർ വണ്ടി, 47,000 കിലോമീറ്റർ, 6,25,000 രൂപയ്ക്ക് ഏറെക്കുറെ 6 ലക്ഷം രൂപ ലോണും തരാം. ചെറിയ നിസ്സാരമായ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകും. ചില്ലറ പൈസ കൊണ്ടു കൊടുത്തായിട്ടോ. അതുപോലെ തന്നെ ഒരു വെള്ള സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല അലോയ്സ് ഒക്കെ ഇട്ട് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അകത്ത് നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർ 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി. 2018 മോഡലാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 15 രൂപ കൊണ്ട് 4,65 1 ലക്ഷം ഓടിയ 18 വണ്ടി. അത് റീപ്ലേസ് ഉണ്ടോ? ഒറ്റ റീപ്ലേസ് ഇല്ല. ഉറപ്പ്. അടിപൊളി. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, വരിക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ 2022 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് 20 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 6,50,000 രൂപ, വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. 6,50,000 35,000 കിലോമീറ്റർ ഓടി നല്ല നീറ്റ് വണ്ടി. പിന്നെ എല്ലാത്തിനും ഇന്ത്യയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇന്ത്യയിൽ കാണിക്കണ്ട, വെറുതെ സമയമില്ല.
അതാണ്. പിന്നെ ഇത് വേണ്ടവർ അല്ല ഇന്ത്യയിൽ കാണിക്കുന്ന വേറെ തോന്നരുത്, വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ്. ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, എല്ലാ ഫോട്ടോസ് മൊത്തം ഇട്ട് കൊടുക്കും, എല്ലാം ഇട്ട് കൊടുക്കും. അടുത്ത് വരുവാണെങ്കിൽ 2022 അർബൻ ക്രൂസർ ആണ്. 22 അർബൻ ക്രൂസർ ഹൈ ആണ് ഇത് വേരിയന്റ്. ഏറ്റവും ഫുള്ളിന് താഴെയാണ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ചപ്പചാറ് എല്ലാം ഉണ്ട്. മാരുതിയിൽ ഒരു ZX എന്ന് പറയുന്ന പോലെ അല്ലേ? മാരുതി കൊടുത്ത് ടൊയോട്ട ഇറക്കി അർബൻ ക്രൂസർ, മാരുതിയുടെ ബ്രസ് കൊടുത്ത് ടൊയോട്ട ഇറക്കി അർബൻ ക്രൂസർ. അതെ, സാധനമൊക്കെ സെയിം ആണ് കേട്ടോ. സാധനം എല്ലാം സെയിം ആണ്, എല്ലാം കൊണ്ടും സെയിം ആണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട് വണ്ടി. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? വെറും 50,000 കിലോമീറ്റർ. 50,000 13-14 മൈലേജ് പ്രതീക്ഷ കേട്ടോ. കൂടുതലൊന്നും കിട്ടൂലേ? അതിന് വരെ മറ്റടുത്ത പറച്ചിലായി പോയി. കുഴപ്പമില്ല. ഇത് ഈ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം സാറേ? എന്ത് വിലക്ക് പറയും? ഞാനാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. 8,75,000 കൊടുക്കാം. 8,75 കൊടുക്കാം. ഒരു 8.5 കൊടുക്കാൻ അങ്ങനെ കൊടുക്കുവോ? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് മറ്റേ ഷൈൻ ടോം ചാക്ക ഓർമ്മ, അതെങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ 8.25 ഈ വണ്ടി ലാഭമല്ലേ 2022 വണ്ടിയല്ലേ ഒന്നല്ലെങ്കിൽ. അത് മാത്രല്ല ഈ 22 സ്വിഫ്റ്റ് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് 7,5 രൂപയ്ക്ക്. അത് വെച്ച് നോക്കുമ്പോ ഇത് എന്തുകൊണ്ട് ലാഭം? നല്ലൊരു എന്താ പറയുക, XUV ടൈപ്പ് വണ്ടിയല്ല. പെട്രോൾ കംപ്ലൈന്റും കുറവാണ്, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ശരി, ഇതാണെങ്കിലോ ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2017 മോഡൽ ഡസ്റ്റർ ആണ് ഈ വണ്ടി. ഇത് എനിക്ക് തോന്നുന്നു ഇതൊന്ന് വണ്ടി ഇരുത്തിയിട്ടുണ്ടല്ലേ? നല്ല രസമല്ലേ? ലോവർ ചെയ്തിട്ടുണ്ട് വണ്ടി. ലോവർ, അതായത് ഈ വണ്ടി ഞാൻ എറണാകുളം ഓടിച്ചു, എന്ത് സുഖാന്ന് വണ്ടി. അതായത് തൊട്ടപ്പുറത്തെ വെള്ളയും ഇതും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഒന്നുകൂടി ഇരുന്നിട്ടുണ്ട്. അല്ലെ, ഇത് RX-Z എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പിന്നെ 17 ആണ്, ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട്. ഇതിനകത്ത് ഈ ലൈറ്റ് ഒക്കെ ഇച്ചിരി മാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അതെ, നല്ല മാറ്റാ. ഇത് 17 മോഡലാണ്. അതും പിന്നെ 110 അത് 110 PS. അടിപൊളി, നല്ല പവർ ആട്ടോ വണ്ടിക്ക്, നല്ല പവറാ. പവർ അകത്തൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ആ സീറ്റുകൾ കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് ആട്ടോ. പക്ഷെ നല്ല രസമുണ്ടെന്ന് കാണാം. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ശരിക്കും. പിന്നെ വേറൊരു കേസിൽ പറഞ്ഞു കേട്ടോ, പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ ഒരു വൃത്തി എന്ന് പറയുമ്പോൾ മോശം എന്ന് പറയാനില്ല, ഒന്നുമില്ല. അപ്പൊ 77,000 കിലോമീറ്റർ നമുക്ക് 5,25,000 രൂപ കൊടുക്കാം. 5 ലക്ഷം ലോണും കൊടുക്കാം. അതും 16 വണ്ടിയാണ്, 17 110 അല്ലേ? ശരി, നല്ല മോശമില്ലാത്ത ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഇനി വരുവാണെങ്കിൽ 2015 മോഡൽ ഡസ്റ്റർ RX-Z ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 85 PS ആണ്. സെക്കൻഡ് ഓണർ ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വന്ന് നമുക്ക് 4,35,000 രൂപ കൊടുത്തേക്കാം. 4,35,000 15 വണ്ടി. അടിപൊളി. പിന്നെ മാക്സിമം നിങ്ങൾക്ക് ഫുൾ ഓൺ ഇട്ട് തരും കേട്ടോ. പിന്നെ ഇനി ഈ വീഡിയോയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾ എന്താ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് വേറെ ഒന്നുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഈ അവരുടെ വണ്ടിയുടെ നമ്പർ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചിരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അവർ ഈ വണ്ടി പറഞ്ഞാലും നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇനി കാണിക്കുകയും ചെയ്യും. കാണിക്കും, അത് വേറെ കാര്യം. ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് കച്ചവടം മോശമല്ലെന്ന് ചോദിക്കും. അത് ഉടായിപ്പൊന്നുമല്ല, കാരണം ഇവിടെ ഇങ്ങനെ ഈ വണ്ടികൾ ഇടുന്ന സമയത്ത് ഒരു പരസ്യത്തിന്റെ ഒരു കൂടിയാണല്ലേ? അതെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ നമ്പർ അങ്ങനെ ഇപ്പൊ അത്ര വലിയ വിഷമമുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. 22 അല്ല പിന്നെ അപ്പോൾ 28-33 മോഡൽ ഇത് 2013 മോഡൽ ഡസ്റ്റർ RX-T ആണ് അന്ന് ഇറങ്ങിയ. ഇത് 85 PS ആണ്. സിംഗിൾ ഓണർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഈ 13-85 ഒക്കെ നല്ല മൈലേജ് ഉള്ള വണ്ടി, കംപ്ലൈന്റ്സ് കുറവാന്നേ. ജെനുവിൻ 1 lakh കിലോമീറ്റർ അല്ലേ, സിംഗിൾ ഓണർ ആ വണ്ടി. നല്ല നീറ്റ് അല്ല വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്കിത് 4,15 കൊടുക്കാം. 3.5 ലക്ഷം വരെ നമുക്ക് ലോണും കിട്ടും. 3.5 ലോണും കിട്ടും അല്ലേ? 3.5 ലോണും കിട്ടും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി, മിസ് ചെയ്യണ്ട. പിന്നെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എവിടുന്ന് എന്ത് വണ്ടി ആരും ഒന്നും ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ? തീർച്ചയായിട്ടും. അതാണ് എനിക്കും അജുവിനും ഈ വീഡിയോ നിങ്ങൾ പറയുന്നത്. കച്ചവടം നടക്കാൻ വേണ്ടി ഞാനും പറയും, വീഡിയോ റീച്ച് ആവാൻ വേണ്ടി അജുവും പറയും. അജുവും പറയും. അജു എവിടെ ചെന്നാലും ഒരു തള്ള. അടുത്ത് പറയണേ 2016 മോഡൽ ഡസ്റ്റർ ആണ്. 2016 മോഡൽ ഡസ്റ്റർ RX-Z ആണ് ഈ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 92,000 കിലോമീറ്റർ. ഇത് എടുക്കുന്നവർക്ക് വർത്ത് ആട്ടോ. 16 ഫുൾ ഓപ്ഷനിൽ ലോ കിലോമീറ്റർ വണ്ടി. 4,85,000 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അതെ, മറ്റേത് ഇതിന്റെ നടുവിന്റെ കൂടി നടുവിട്ട് നന്നായില്ലേ പാറിപ്പോയെ. ഇത് 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 4,85 എനിക്ക് തന്നാൽ മതി. 16 വണ്ടിക്കോ? 16 വണ്ടി സിംഗിൾ ഓണർ വണ്ടി. 85 അല്ലേ? 110 ആണ്. RX-Z. സാധനം 85 110 എന്താ കുഴപ്പം? പവർ വ്യത്യാസമേ ഉള്ളൂ. എഞ്ചിൻ എല്ലാം സെയിമാ. അതില് വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് മൈലേജ് ഞാൻ പറഞ്ഞത്, മൈലേജ് കംപ്ലൈന്റ് എല്ലാം വരുമല്ലോ. അപ്പൊ ഇപ്പൊ 110 ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ അറിയോ പറയുമ്പോ പറയണം. ഇപ്പൊ നിലവിൽ വണ്ടിക്ക് പക്കല്ലേ?
നിലവിൽ വണ്ടി 100% വണ്ടി ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുത്തു. അത് നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കുമ്പോൾ വണ്ടി പക്കയായിരിക്കും അല്ലേ? വണ്ടി ഇറക്കി കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്തോളൂ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങനെ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. വണ്ടി നെറ്റിലും മുട്ടിൽ ഓടുന്ന സാധനമാണ്. അടുത്ത പറയുന്നത് 2024 ഷെക്ഷി മോഡലാണിത്. ഷെക്ഷിയാണിത്. ഇത് 24 ജിമിനിയാണ്. കമ്പനി ഇങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് റെഡ് കളറാണ് വരുന്നത്. ഇതിന്റെ രണ്ടിനും കൂടി നടുവിട്ടോണ്ട് പാറിപ്പോവില്ല. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് 2024 മോഡൽ ജിമിനി ഇന്ന് പരക്കെ തെറിയാക്കട്ടെ നമുക്ക്. സീറ്റ വേരിയന്റ് ആണ്, 4x4 ആണ്. 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി ഇറക്കുന്ന 15 ലക്ഷം രൂപയ്ക്കാണ്. ഞാൻ പറയുന്ന വ്യക്തിയാണല്ലോ അല്ലേ, ധാരാളം മനസ്സിലാവുന്നല്ലോ അല്ലേ. ജയിലിൽ പോയതിനു ശേഷം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാണ്. ഇത് 24,000 കിലോമീറ്റർ. അതെല്ലേ? 24,000 കിലോമീറ്റർ. സീറ്റ വേരിയന്റ് ആണ്. ഏറെക്കുറെ 15 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. നമുക്കിത് 11,4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 11,25,000 രൂപ. 11,25,000 രൂപ. ഒരു 10 രൂപയ്ക്ക് വെളിയിൽ ലോണും കൊടുക്കാം, എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ. കാണുമ്പില്ലേ നമ്മുടെ മറ്റേ എക്സ്പ്രസോ ഇല്ലേ, ഡീഗ്രേഡ് ചെയ്യാതെ ഞങ്ങൾ വണ്ടി വിൽക്കട്ടെ. ഇയാളെപ്പോലുള്ള നെഗറ്റീവ് ഓളികളാണ് ഈ വണ്ടിക്ക് എന്തോ കുഴപ്പം. ഇതിന് ഒരു കുഴപ്പമില്ല, സൂപ്പർ സൂപ്പർ അങ്ങനെ പറയണോ? നമ്മളെടുത്തിട്ട് പോയില്ലേ, രക്ഷപ്പെടാം ഗൈസ്. അതെ, അതായത് എക്സ്പ്രസ് ഒന്നും പരത്തിയത് എന്താണ്, അതാണ് ശരിക്കും നല്ല വണ്ടിയാട്ടോ. ഞാൻ ഓടിച്ച നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. എന്തോ ഈ സാധനമൊക്കെ ആ ഒരു വിലക്കൊന്നും ഇല്ല. അല്ല, വേറെ കാര്യം, അജു പോയിട്ട് ജിമ്മിനി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് അജു ചെയ്ത ഏതെങ്കിലും നമ്മൾ ചെയ്തത് കുറവാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി. ചെയ്തല്ല, സെക്കൻഡ് നമുക്ക് വളരെ റയറായിട്ട് കിട്ടിയ സാധനം, അതുകൊണ്ടാണ് എടുത്തിട്ടത്. അത് നിങ്ങൾ ആലോചിക്കണം, 24 മോഡല് നല്ല വൃത്തിയുള്ള റീപ്ലേസ്മെന്റ്. ഇതിന്റെ കസ്റ്റമർ ആണെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പോയി ഓസ്ട്രേലിയ സെറ്റിലായി. അതെ അതെ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. 11 ലക്ഷം അല്ലേ പറഞ്ഞേ? അതെ അതെ, 11,25,000 രൂപ. അതേപോലെ തന്നെ ഈ കോമ്പസോ വന്ന് 2017 മോഡലാണ്. 4x4 മാനുവൽ ആണ്. 17 മോഡല്. ഇത് വേറെ സ്റ്റൈലിൽ പറയാം. ഇതെങ്ങനെ അടിപൊളി വണ്ടിയാണ്, ഇത് സൂപ്പർ സ്റ്റാർ ആണ്. അത് എന്താ സംഭവം അറിയാം, കുറെ നാളായിട്ട് തെറിയക്കലൊക്കെ കുറവായതുകൊണ്ട് ഇത് സൂപ്പർ വണ്ടിയാണ്, മോഡലാണ്. അല്ല, നിങ്ങൾക്ക് ഭാവിയുണ്ട്. പറഞ്ഞ കാരണം എന്താ അറിയോ, അങ്ങനെയെങ്കിലും നമുക്ക് റീച്ച് ആവാം. അതെ അതെ, അങ്ങനെയൊക്കെ നമുക്ക് റീച്ച് ആവണല്ലോ. ഇത് പല കോമാളിത്തരം കാണിച്ച് ഓരോരുത്തന്മാർ ഇവിടെ റീച്ച് ആവുന്നുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ അജു നോക്കി ഇങ്ങനെ. അപ്പൊ ഇത് വന്നിട്ട് അജു നമുക്ക് ഈ വണ്ടി 17 മോഡല് സെക്കൻഡ് ഓണർ ആണ്, സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ ആണ്. ലിമിറ്റഡ് എഡിഷൻ, 4x4 ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ വണ്ടി. കോമ്പസ്, ജീപ്പ് കോമ്പസ്. നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ നിങ്ങൾ നേരത്തെ ചലഞ്ച് ചെയ്യാം, 1 രൂപ വേണ്ട, ഫുൾ ലോൺ തരാം. 8.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? എന്താ അല്ലേ, അത് 17 വണ്ടി 8.5 ലക്ഷം രൂപ. 28 ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 8.5 ലക്ഷം രൂപ. ഒരു എന്താ പറയാ, തീരെ ഒരു ഉളുപ്പില്ലാത്തൊരു വിലക്കുറവെന്നൊക്കെ. ഞാൻ ഉളുപ്പില്ലാത്തവനാണ്, മനുഷ്യനാമത് ആദ്യം. അതെ, എന്നിട്ട് നിലവില ഉണ്ടാക്കി. അതായത് 8.5 ലക്ഷം രൂപയ്ക്ക്. അതെ, അത് മുതലാണ് കേട്ടോ. 8,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തോണ്ട്, അതും 17 വണ്ടി അല്ലേ? 17 വണ്ടി. ലിമിറ്റഡ് ഡീസലാന്ന് കൂടി ആലോചിക്കണം അല്ലേ? ഡീസൽ 4x4 ആണ് വണ്ടി. 4 വീലും കൂടി ഉണ്ട്. 4 വീൽ ഡ്രൈവ് ആണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, 10 മോഡല് സാധാ ജീപ്പില്ലേ 4 വീല്, അതിന് ഇപ്പോഴും 5 ലക്ഷം രൂപ വില ഉണ്ട്. അതെ അതെ, കറക്റ്റ്. ആലോചിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് കിഴൻ സാധനമാണ്, വൃത്തിയുള്ള വണ്ടി കേട്ടോ. 17 വണ്ടി ജീപ്പ് 4x4 മാനുവൽ എടുത്തോളൂ, പോയിക്കോളൂ. 8.5 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ വന്ന് 2017 മോഡൽ ക്രിസ്റ്റ. 17 കേരളയാ? ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. മലയാളിയാണ്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തനി മലയാളി, നാടൻ. വണ്ടി അകത്ത് ഇസഡിന്റെ സീറ്റ് ഉറങ്ങാൻ ഞാനാ ചെയ്തത്. അപ്പൊ ഇത് ആര് എന്ത് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും. ഓക്കെ, അപ്പം കിലോമീറ്റർ വണ്ടിയുടെ ഫോട്ടോസ് മാത്രം കൊടുത്തായി. കിലോമീറ്റർ 1.60. എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കില്ല. 1.60 പക്ക ഹിസ്റ്ററി, ഒറ്റ റീപ്ലേസ് ഇല്ല, പടക്ക് വണ്ടി. ഞാൻ ഗ്യാരണ്ടി അറിയാം ഈ വണ്ടിക്ക് 6 മാസം ഇതുവരെ. 6 മാസത്തിൽ എന്തിന്? അല്ല, ടൊയോട്ട ആണ്, ഞാൻ കൊടുത്തില്ലേലും ഒരു കുഴപ്പമില്ല. ഇതിന്റെ വില ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാം. 14.5 ലക്ഷം രൂപ കൊടുത്തേ. അതായത് ഒറിജിനൽ കേരള വണ്ടി 14.5 ലക്ഷം രൂപയ്ക്ക്. 14.5 ലക്ഷം രൂപ. അതും 17 മോഡല്. 17 മോഡൽ. നല്ല പ്രൈസ് ആട്ടോ, നല്ല പ്രൈസ്. ഒട്ടും കൂടുതൽ ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇന്നോവ ആണെങ്കിലോ? ഇന്നോവയ്ക്കകത്തൊരു കഥ പറയാനുണ്ട്. ഇത് 2014 മോഡൽ വി വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കേരളം അല്ലേന്ന്. എന്നാ ഇത് കേരളം അല്ല, ഇത് ഊപ്പിയാണ്. ഇത് ഊപ്പിയാണിത്. കേരള വണ്ടിയാണ്, ആനയാണ്. ഇത് യു പി ആണെങ്കിലും നമ്മൾ നിങ്ങളുടെ പേരിലോട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് തരും. ആരാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് അവരുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്ത് തരും. അയ്യോ, അങ്ങനല്ല, നമ്മൾ അവരുടെ പേരിലോട്ട് NOC എടുത്ത് പേപ്പർ ഇവിടെ ആക്കി തരും. ആക്കി തരുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ഇത് ഫിനാൻസും ചെയ്തു തരും.
ഇതൊക്കെ നോർമൽ അല്ലേ, എല്ലാവരും ചെയ്യുന്നല്ലേ? 14 വി അല്ലേ പറഞ്ഞേ? 14 വി ആ, സിംഗിൾ ഓണർ 1,35,000 കിലോമീറ്റർ. ജെനുവിനാ? 1.35 പക്ക ജെനുവിൻ. അജു വണ്ടി കണ്ടിട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ആ, ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സംഭവം ശരി തന്നെ. അതായത് പറഞ്ഞാൽ ഇളിച്ചോണ്ടിരിക്കും. ഞാൻ ഇളിക്കുന്നതല്ല. ഇവിടെ ആക്കി 2014 വി 8 ലക്ഷം രൂപ കൊടുക്കാം. 14 വി അല്ലേ? 8 ലക്ഷം രൂപ മോശമൊന്നുമില്ല, കൂടുതലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല ഒരു കിള്ളം പ്രൈസിൽ തന്നെ എടുക്കാം. വീണ്ടും ഒരു 14 G4 ലോട്ട്. 14 G4 അല്ലേ? G4. ആ, ഇത് സെക്കൻഡ് ഓണർ. അതെ അല്ലേ? എന്നാൽ ആ, വെറും 1.25 ലക്ഷം കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? സൂപ്പർ ജെനുവിൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മലയാളി ആയിരിക്കും. ആ, ഇത് ഊപ്പിയാണ്. ഊപ്പിയാണല്ലേ? അതെ, ഓക്കെ. ഇത് നമ്മൾ ഇവിടെ ആക്കി കൊടുക്കും. ആ, ഏത് പേപ്പർ? ആ, എന്തൊക്കെ? അപ്പൊ നമുക്ക് ഈ വണ്ടി വന്നിട്ട് നമുക്ക് വെറും ഇവിടെ ആക്കി 7.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 7.5. അത് കുറച്ച് കൂടുതലാട്ടോ. 14 വണ്ടി. 14 വി നിങ്ങള് 8 കൊടുക്കുമ്പോഴോ 50 രൂപ കുറഞ്ഞില്ലേ? ആ, നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ എന്തെങ്കിലും നെഗോഷിയേറ്റ് കൊടുക്കും. അത് കേട്ടോ, നിങ്ങൾ മാക്സിമം ഇത് ഇവിടെ ആക്കാനായിട്ട് ഏറെക്കുറെ 75,000 1 ലക്ഷം രൂപ ചെലവുണ്ടെന്നേ. അതെ അല്ലേ? ഇനി അടുത്ത് വരുവാണെങ്കിൽ ഇവൻ പണ്ട് ഇവൻ വിദേശിയായിരുന്നെങ്കിലും ഇപ്പൊ ഇവൻ തനി മലയാളിയായി. അതെ, നിലവില് ഫോർച്യൂണർ ആണ്. 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക് വണ്ടി. 15 അല്ലേ? ആ, 4x2 ഓട്ടോമാറ്റിക്. നല്ല വണ്ടി. 80,000 കിലോമീറ്റർ മാത്രം ഓടി നല്ല ക്ലീൻ വണ്ടിയാണ്. 4 വീൽ അല്ല, 2 വീൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 80 ഓടിക്കുള്ളൂ. 80 കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? റിയല്ലേ? ആ, കേരള ആക്കി. ഇത് കേരള ആക്കി. ശരി. ഇതിപ്പോ KL03 കിടക്കുക. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ലെന്നേ. നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന ഒരു ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഏത് അല്ലാണ്ട് പിന്നെ വെറുതെ ഉണ്ടോ? ആ, അപ്പൊ ഈ വണ്ടി വന്നിട്ട് 16 ലക്ഷം രൂപ കൊടുത്തേക്കാം. 16 കുറയോ? എന്ത് കുറെ, നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് 16 മോഡലിന്റെ 14 ലക്ഷം രൂപ ലോണും പാസ്സായി കിടക്കാം. 16 മോഡൽ പറഞ്ഞേ? 15. 14 16 16 രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ 15 പറഞ്ഞാൽ മതി. അല്ല, 15 പറഞ്ഞാൽ മതി. 16 രജിസ്ട്രേഷൻ ഉള്ളു, അതുകൊണ്ടാണ്. അപ്പം ഈ വണ്ടി വെറും 16 ലക്ഷം രൂപയ്ക്ക് 4x2 ഓട്ടോമാറ്റിക് കേരളത്തിലാക്കിയ സെക്കൻഡ് ഓണർ. അവിടെ സിംഗിൾ, ഇവിടെ സെക്കൻഡ് ആയി. 80,000 കിലോമീറ്റർ. അതാട്ടോ ഹൈലൈറ്റ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, നല്ലോണം ചെക്ക് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു കിഴൻ സാധനം കാണിച്ചു തരാം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രീമിയം അല്ലേ? അന്യായ പ്രീമിയം. 2022 മോഡല് XUV 700 AX7L. അതായത് പെട്രോൾ ആണ്. പെട്രോൾ. അതാണ് പ്രശ്നം. പെട്രോൾ എന്താ കുഴപ്പം? 7 സീറ്റ് വണ്ടിയാ. പിന്നെ ഇതിലൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കംപ്ലൈന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. കംപ്ലൈന്റ് മാത്രമല്ല, വണ്ടിക്കകത്ത് എന്താ പോക്ക് പോവാ അതിനകത്ത്. പെട്രോൾ അടിക്കാൻ പൈസയും കൂടി വേണ്ടേ? ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാ കേട്ടോ. ആണോ? അവരിറക്കിയ. ഇതിന്റെയൊക്കെ ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള്, അടിപൊളി കേട്ടോ. വണ്ടി നല്ല സെറ്റ് അല്ലേ? കിടിലൻ സാധനമാണ്. അജു, ഇത് 25 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാ. അതല്ലേ? അതായത് AX7 ആണല്ലോ, 5 അല്ലല്ലോ അല്ലേ? 23,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അത്രയൊക്കെ ഓടിക്കാൻ പറ്റുമത്. നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഹൈലൈറ്റ്. എത്രയാ? 25 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 17.25 ലക്ഷം രൂപ കൊടുക്കാം. 17.25 അല്ലേ? എത്ര രൂപ കുറഞ്ഞു? ഡീസലാണ് മുതലായിരുന്നു അല്ലേ? ഡീസലും പെട്രോളും എല്ലാം മുതലാ. പക്ഷേ പെട്രോളിന്റെ ഒറ്റ കേസുള്ള ഒരു 10-11 കിട്ടുള്ളൂ. ഈ വണ്ടി എടുക്കുന്നവരെ അത്യാവശ്യം കുറച്ച് നല്ല കാറ്റഗറിയുള്ള ആൾക്കാരായിരിക്കും. അതായത് ഇപ്പം മാരുതി ആൾട്ടോ ഒക്കെ എടുക്കുന്നവർ ഒരിക്കലും ഇത് എടുക്കൂലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് പെട്രോൾ ഡീസൽ എന്ന് പറഞ്ഞ ഒന്നുമില്ല. പവറും എല്ലാം സെയിമാ. പക്ക ഈ വണ്ടിയെ സംബന്ധിച്ച്. പിന്നെ പെട്രോൾ ആകുമ്പോൾ ഒരു ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അവിടെ ഗൾഫുകാർക്ക് പക്കയല്ലേ? ഗൾഫുകാർക്ക് പക്ക. കാരണം അവർ ലീവിന് വരുമ്പോൾ എടുത്ത് ഓടിക്കാനൊക്കെ 7 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന വണ്ടിയല്ലേ. ഇനിയിപ്പോ വരുവാണെങ്കിൽ വേണ്ട ഒരു 2018 ഇത് ഡീസൽ നെക്സോൺ ആണ്. 18 ഡീസൽ അല്ലേ? ഡീസൽ. കിലോമീറ്റർ വന്നിട്ട് 69,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. ജെനുവിനല്ലേ? എന്ത് ചോദ്യം. ഡീസലൊക്കെ കിലോമീറ്റർ കുറഞ്ഞത് ജെനുവിനാണോ? ബോണറ്റ് തുറന്ന് കാണിക്കണം. വേണ്ടെന്നേ. ബോണറ്റ് പൊക്കി കാണിക്കാം. എന്തിനാ പറ്റി ആവശ്യം? പൊക്കി കാണിക്കണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ വണ്ടി വന്നിട്ട് 2018 മോഡലാണ്, ഡീസലാണ്, സിംഗിൾ ഓണർ വണ്ടി, 69,000 കിലോമീറ്റർ. നമുക്ക് നിസ്സാരം 5,35,000 വേണ്ട, 5.25 ലക്ഷം രൂപ കൊടുത്തേക്കാം. ബേസ് ആണ് കേട്ടോ. ഡീസലാണ്. കിലോമീറ്റർ പറഞ്ഞു 69,000. നല്ല നല്ല കിലോമീറ്റർ ആണ് കാരണം കുറഞ്ഞ കിലോമീറ്റർ ആണ്. വണ്ടി നല്ല ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വണ്ടി നമുക്ക് ഏറെക്കുറെ ഒരു 4.5 ലക്ഷം രൂപ ലോൺ കയറും. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 18 ഫുൾ ലോൺ കിട്ടൂലേ? ഏറെക്കുറെ. അല്ല, ഞാൻ ഈ പറഞ്ഞു കഴിയുമ്പോഴത്തേ അവർ പറയും നിങ്ങളുടെ വീഡിയോക്കകത്ത് പറഞ്ഞ ഫുൾ ലോൺ കിട്ടുന്നല്ലേ, പിന്നെ ഇപ്പൊ 50,000 ഇടാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന എന്നൊക്കെ ചോദിക്കും. പ്രൊഫൈൽ നല്ലതാണെങ്കിൽ നമ്മൾ ലോൺ കയറും. ഈ വീണ്ടും ഞാൻ പറയണത് ലോണിന്റെ ഡീറ്റെയിൽ ഒക്കെ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നാണ് നമുക്ക് എല്ലാം കൂടെ വീഡിയോക്കകത്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അധികം അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ ഇവിടെ ഞങ്ങൾ അധികം കാണിച്ചില്ലാത്തതുണ്ട് അല്ലേ? അതെ, ടൈഗൺ ആണ് വണ്ടി. ടൈഗൺ ഫോഴ്സ്വാഗന്റെ ഒരു നല്ല അടിപൊളി സ്ട്രോങ് ഒരു വണ്ടിയാണ്. പിന്നെ അതായത് SUV ടൈപ്പിൽ ഫസ്റ്റ് വണ്ടികളിൽ ഒന്നാണ്. അതെ. മോഡൽ ഏതാ? ഇത് 2022 ടൈഗൺ ഹൈലൈൻ ആണ്.
ഫുൾ ഓപ്ഷൻ അല്ല, ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിന്റെ ടോപ്പ് ലൈൻ തന്നെ വീഡിയോ ഉണ്ട്, അതാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. എല്ലാ സാധനം ഉണ്ടല്ലോ. ഇതിനകത്ത് അത്യാവശ്യം എല്ലാം ഉണ്ട്. സൺറൂഫ് ഇല്ല അല്ലേ? സൺറൂഫ് ഇല്ല, അതെ. പിന്നെ ഇത് പെട്രോൾ ആണെന്നുള്ളൊരു കുറവുണ്ട് ഇതിന്, പക്ഷെ അത് കുറവായിട്ട് കാണണ്ട. ഫോക്സ്വാഗന്റെ വണ്ടി പെട്രോൾ എല്ലാം വലിയ വിജയല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ. അതായത് ഫോക്സ്വാഗന്റെ പോളോ ഒരു 12, 13, 14 മൈലേജ് മതി നിൽക്കുന്നുണ്ടെങ്കിൽ ബോഡി ക്വാളിറ്റി കൊണ്ട് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സെറ്റ് വണ്ടി. അതെ. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ ഓണർ വണ്ടി 52,000 കിലോമീറ്റർ, നമുക്ക് 9,65,000 രൂപ കൊടുക്കാം, 9.5 ലക്ഷം ലോണും കൊടുക്കാം. 14 രൂപ മുതിന് വില ഉണ്ടായിരുന്നില്ലേ? ഇതിന് 16 രൂപ വിലയുണ്ട്. 16 അല്ലേ? 16 രൂപ. ഓക്കെ, അടിപൊളി. അത് നിങ്ങൾ നോക്കിക്കോട്ടോ. അതായത് 16 18 രൂപയ്ക്കകത്ത് വിലയുണ്ട്. SUV കാറ്റഗറിയിൽ വരുന്ന ഫോക്സ്വാഗൻ വേണമെങ്കിൽ അത് മിസ് ചെയ്യണ്ട. അടുത്തത് ക്രെറ്റയാണ്. ക്രെറ്റ എല്ലാവരുടെയും ഇഷ്ട വാഹനമാണ്. 2019 മോഡൽ ക്രെറ്റ ഡീസൽ ആണ്, ലോ കിലോമീറ്റർ, അതായത് 69,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് വേരിയന്റ് വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് എക്സ്ട്രാ ആയിട്ട് പറയുകയാണെങ്കിൽ സീറ്റ് വെന്റിലേഷൻ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് എസ് അല്ലേ വേരിയന്റ്? ഇത് എസ് ആണ് വേരിയന്റ്. ഇതാകുമ്പോഴത്തേക്കും ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ വരുന്നുണ്ട്, 360 ക്യാമറ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സീറ്റ് കവർ അല്ല, സീറ്റ് കവർ. ഇതിന്റെ അകത്തൊരു സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, ഞാൻ തരാം, അത് സാധനം ഇരിപ്പുണ്ട്. അപ്പം അത് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. വെറും 69,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 19 മോഡൽ ക്രെറ്റയാണ്, ഡീസൽ വണ്ടിയാണ്, 1.4 ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വണ്ടിയാണ്. 8,75,000 രൂപ. അത് ഇത് എസ് അല്ല, ഇ പ്ലസ് ആണ് കേട്ടോ. ഇ പ്ലസ്. അതെ അതെ. പക്ഷെ ഒരുവിധം വണ്ടി നല്ല ക്ലീൻ അല്ലേ? ക്ലീൻ അല്ലേ? കൂടി ആയതുകൊണ്ടേ ഈ കളറോടെ നല്ല എടുപ്പുണ്ട് അല്ലേ? പിന്നെ വേറെ അപാകതയൊന്നുമില്ല, ഒരു അപാകതയില്ല, പക്ക വണ്ടി. 8,75,000 രൂപ കൊടുക്കാം, 8.5 ലക്ഷം ലോണും കൊടുക്കാം. ഉറപ്പായിട്ടും നെഗോഷ്യബിൾ ആണ്. 2022 മോഡൽ അടുത്ത് വെന്യൂ എസ് പ്ലസ് ഹുണ്ടായുടെ വണ്ടിയാണ്. അതായത് പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ, 27,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 27 ഓടിയിട്ടുള്ളൂ അല്ലേ? 27 ഓടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാം വരും അല്ലേ? എല്ലാം വരും. ഇതിന് എക്സസൈസ് ചെയ്യുന്നത് അലോയ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്നേ ഉള്ളൂ. അതെ അതെ. അലോയിൽ സെപ്പറേറ്റ് മാറ്റി ടയർ അടക്കം മാറ്റി ചെയ്തതാണ്. എല്ലാം ചെയ്തതാണ്. അപ്പോൾ 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, 2022 വണ്ടിയാണ്. 7,60,000 കൊടുക്കാം, 7 ലക്ഷം രൂപ ലോണും കിട്ടും വണ്ടി. 7,60,000 രൂപയ്ക്ക് 22 വണ്ടി അല്ലേ? ഒരു വിലയില്ലല്ലോ. പക്ഷേ അന്നങ്ങനെ ഇനി അടുത്ത് വീണ്ടും വരുവാണെങ്കിൽ 2022 വെന്യൂ SX, ഇത് ടർബോ ആണ് വണ്ടി. ടർബോ 22 അല്ലേ? അല്ല സോറി, 21. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അലോയിലൊക്കെ ഒരു മാറ്റമുണ്ട്. SX ടർബോ ആണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്, വളരെ നല്ല വണ്ടിയാണ്. വണ്ടി സത്യം പറഞ്ഞ ആക്സിലേറ്റർ കൊടുത്ത പറക്കും കേട്ടോ ഈ വണ്ടി. അതെ, പട്ടക്ക വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിയും നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മാനുവൽ, രണ്ട് മാനുവലാ. ഇത് ടർബോ ഇല്ല, അതേ ഉള്ളൂ വ്യത്യാസം. ഇത് നമുക്ക് 2021 വണ്ടിയാണ്, 22 രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 22. അപ്പൊ SX ടർബോ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 7 രൂപ ഇതിന് ലോൺ കൊടുക്കാം. നല്ല നീറ്റ് ആണല്ലേ വണ്ടി? നമ്മള് കോഴിക്കോട് ഓടിച്ചോണ്ട് വന്ന ഒരാൾ പറഞ്ഞതറിയാമോ, നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ വണ്ടി എടുക്കണം, കാര്യം അത്ര അടിപൊളി ഓടിക്കും. നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടി 2023 ഗ്രാൻഡ് വിത്താര, ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി, ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് ബ്ലാക്ക് വണ്ടി. ഇത് കിലോമീറ്റർ 49,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, പക്ക വണ്ടി. ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ. ഈ സെഗ്മെന്റിൽ ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങളെ കാണിക്കാനാണ് അടുത്ത എപ്പിസോഡ് കാണിക്കുക അല്ലേ? അതെ. നല്ല വെയിലുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയൊക്കെ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി തന്നെയാണ്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ സൈഡ് ഫുഡ് റെസ്റ്റ്, പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഇഷ്ടം പോലെ ഫിറ്റിംഗ്സ് ഉണ്ട്. പിന്നെ തട്ടുമുട്ട് അപാകതകൾ ഒന്നുമില്ല. ഒറ്റ റീപ്ലേസിലെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണെങ്കിൽ നമ്പർ നോക്കിയോ, നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാം. ഫാൻസി നമ്പറുമാണ് വണ്ടി. ഇത് 26 രൂപ വണ്ടിയാണ്. നമുക്ക് നിസ്സാരമായി 17 ലക്ഷം രൂപ തന്നേക്കാം. 17 ലക്ഷം രൂപയ്ക്ക് സീറോ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി അല്ലേ? സീറോ റീപ്ലേസ്മെന്റ്, സീറോ ക്ലെയിം ഉള്ള വണ്ടി. പുതിയത് എടുക്കുകയാണെങ്കിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ 7 to 8 ലക്ഷം രൂപ ലാഭമുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലേ? അവസാനത്തെ വണ്ടി BMW ആണ്. BMW 320 2013 മോഡൽ 320D. ഇത് GT ആണ്, ട്വിൻ ടർബോ ആണ്. ട്വിൻ ടർബോ വരുന്ന 320 അല്ലേ? 320 ആണ്. മാരക പവർ, നല്ല പവറാണ്. ലിമിറ്റഡ് എഡിഷനും ആണ്. വളരെ റെയർ ആയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. നല്ലൊരു സാധനമാണ്. 520 ഞാൻ ട്വിൻ ടർബോ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ 320 അധികം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അത് കണ്ടോ? അത്യാവശ്യം പണിയുണ്ട്. പിന്നെ ഇതിനകത്ത് അകത്തൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിലക്ക് ഇത് കൊടുക്കുന്നോട് താനും. ഇത് ശരിക്കും 13 കേരള വണ്ടിയാ? 13 ഒറിജിനൽ കേരള വണ്ടി. അതെയോ? നല്ല നീറ്റാട്ടോ വണ്ടി. നിങ്ങൾ അന്ന് ഉപയോഗിക്കണം വണ്ടി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അവിടെ കിടക്കുന്ന ആൾട്ടിസ് കിട്ടി. ഞാൻ പിന്നെ പ്രീമിയം സെഗ്മെന്റിലോട്ട് പിന്നെ ഇപ്പൊ ചായുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഈ വണ്ടി നമുക്ക് കുറച്ച് അകത്തൊക്കെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും മാക്സിമം കുറച്ചുള്ള വില പറയാം. കിലോമീറ്റർ 1 ലക്ഷത്തിന് മേളിൽ ഓടിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് കമ്പനി സർവീസ് ആട്ടോ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് ഈ വണ്ടി വന്നിട്ട് 9.5 ലക്ഷം രൂപ കൊടുത്തേക്കാം.
9,50,000 രൂപ. 9,50,000 രൂപ. ഇത് നെഗോഷിയേറ്റ് അല്ല, ഫൈനൽ പ്രൈസ് ആണ്. ഫൈനൽ പ്രൈസ് ആണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കുറേ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ ബ്രോ? അതെ അതെ. അപ്പോൾ ഇതടക്കം 9,50,000 രൂപ. 50,000 രൂപയ്ക്ക് 13 വണ്ടിയാണ് ആയിരിക്കണം, അതും കേരള വണ്ടി വെറും 9,50,000 നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് അല്ലേ? അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ എടുക്കുന്ന, അതായത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടികൾ അല്ലേ? എടുത്ത് പറയേണ്ട ഒരു കാര്യം അതാണ്, കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ നോക്കിയെടുക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കംപ്ലൈന്റ് മാത്രമല്ല, ക്വാളിറ്റിയുടെ നോക്കിയെടുക്കുക. വണ്ടി ഇടിച്ചതോ പൊട്ടിയതോ തുടങ്ങിയ വണ്ടികൾ നമ്മൾ ഇവിടെ കൊടുക്കത്തില്ല. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വീഡിയോക്കകത്തല്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോയിരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്യത്തുമില്ല. പറഞ്ഞു, ബാക്കി അത് പറഞ്ഞോളൂ. ഒന്നുമില്ല, ഞാൻ വെയിലും കൊണ്ട്, നിങ്ങളല്ലേ മുസ്ലിം, നിങ്ങൾ പറഞ്ഞോളൂ. ഏകദേശം മടുത്തു. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടായ ഒരു എനർജിയൊക്കെ ഇപ്പം ഇനി സെക്കൻഡ് എപ്പിസോഡ് ചെയ്യണം. അപ്പം എല്ലാ എനർജിയൊക്കെ പോയി തളർന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഒറ്റ കാര്യം നോക്കുക, ഞാൻ എല്ലാവരും ഞാൻ പറയുന്ന ഒരു കേസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടപ്പെടുകയാണ് ചെയ്താൽ മതി, പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? നല്ല വണ്ടി അപ്പ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വണ്ടി അപ്പ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സ്കൂളൊക്കെ തുറന്നല്ലേ ഉള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ സോയിൽപ്പണ്ണ നമ്പർ വെച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റി അല്ലേ? എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അടുത്ത വീഡിയോ കാണാൻ മറക്കണ്ട. ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും